അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്ത മഫിൻസ് ആണ്. സോ ഇതിന്റെ ബാറ്റർ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഒരു 50 ഗ്രാം ബട്ടർ, പിന്നെ ഒരു 2 കപ്പ് പൗഡേർഡ് ഷുഗർ നന്നായിട്ട് ബീറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 2 കപ്പ് മൈദ, പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചു വെച്ചു. ദെൻ ഈ ബട്ടർ പൗഡേർഡ് ഷുഗർ മിക്സിലോട്ട് ഒരു എഗ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ പിസ്തയുടെ എസെൻസ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു. അതിലോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ റൂം ടെമ്പറേച്ചറുള്ള മിൽക്ക് ഒരു 1/4 കപ്പ്, അത് കുറേശ്ശെ ആഡ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തു കേട്ടോ. സോ ഇനി ഞാൻ ഇതേപോലെ സിലിക്കോണിന്റെ മോൾഡ് ഉണ്ട്. സോ ഇത് ഞാൻ കുറെ നാൾ യൂസ് ചെയ്തതാണ്. സോ ഇത് ചോക്ലേറ്റ് മഫിൻസ് ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഇത് ഞാൻ ചെറിയ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഒരു 10 മിനിറ്റ്. അപ്പൊ ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒരു 1/4 ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ബാക്കി അത് പൊന്തി വരും കേട്ടോ. ഇതേപോലെ ഞാൻ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഞാനപ്പോൾ അതേ ഈ മോൾഡില് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പിസ്തയുടെ മഫിൻസിന്റെ ബാറ്റർ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോ ഇതിലോട്ട് വെക്കണം. എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് അതിനുള്ളിൽ നമുക്കിത് ബേക്കായി കിട്ടും. സോ ഇനി ഇത് പ്രീഹീറ്റ് ആവാനുള്ള വെയിറ്റിംഗ് ടൈമിലാണ്. ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് ഇത് പൊന്തി ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വരത്തുള്ളൂ. സോ ഇതിനി വന്നിട്ടുള്ള ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, അങ്ങനെ നമ്മുടെ പിസ്തയുടെ മഫിൻസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സെറ്റ് വെച്ചു ഞാൻ എടുത്തു. ഇത് 2ാമത്തെ സെറ്റാണ്. ഓക്കെ, ഇത് ആദ്യത്തെ സെറ്റിലുള്ളതാണ് കേട്ടോ. ഇപ്പൊ തണുത്തു, നല്ല സോഫ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇതൊക്കെ എടുത്തു വെക്കാം കേട്ടോ. ഇനി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോരും. ഇവിടെ ഫസ്റ്റ് സെറ്റ് വേഗം തീർന്നു പോയി. അതിന് ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഞാൻ ഐസിങ് ചെയ്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഐസിങ് ഒന്നും ചെയ്തില്ല. ഓക്കെ, സെറ്റ്. പിന്നെ ഇത് ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എടുക്കാനായിട്ട്. കാരണം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മഫിൻസ് ഇവിടെ റെഡിയാണ്. സോ ഞാൻ ഇതിന്ന് പറഞ്ഞാൽ കഴിച്ച് കാണിക്കാവേ. അതെടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലുണ്ടോ നല്ല പിസ്ത ഗ്രീൻ കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ട്. ഇത് ചൂടോടെ ഇരിക്കുമ്പോൾ ഈ മേൽഭാഗം മാത്രം കുറച്ച് ക്രിസ്പി ആയിരിക്കും. ഇതിപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. ടാറ്റ.